പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവും മുൻ മുഖ്യമന്ത്രിയുമായിട്ടുള്ള പിണറായി വിജയൻ എന്ന വിജയനോട് ആ കസേരയിൽ നിന്ന് ഇറങ്ങിപ്പോകണം എന്ന് ഒരു പിടി തവണ പറഞ്ഞ ഒരു പൊതുപ്രവർത്തകനാണ് ഞാൻ. അതൊന്നും പറഞ്ഞത് അയാൾ ആ കസേര വിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോകും എന്നുള്ളത് കൊണ്ടല്ല. അയാളുടെ ആഗ്രഹം മരിക്കുന്നത് വരെ ആ കസേരയിൽ തുടരുക എന്നുള്ളതാണ് എന്ന് എനിക്കറിയാൻ പാടില്ലാഞ്ഞിട്ടൊന്നുമല്ല. പക്ഷേ എങ്കിലും ഓരോ വിഷയം വരുമ്പോൾ അതിൻ്റെ ധാർമ്മികതയുടെയൊക്കെ അടിസ്ഥാനത്തിൽ ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഞാൻ ഈ ആവശ്യങ്ങൾ ഉന്നയിക്കാറുണ്ട്. പക്ഷേ സുഹൃത്തുക്കളെ, എനിക്കിന്ന് ഈ വീഡിയോയിലൂടെ എനിക്ക് വിജയനോട് പറയാനുള്ളത്, എന്തെങ്കിലും ഉളുപ്പ് നിങ്ങൾക്ക് ബാക്കിയുണ്ടെങ്കിൽ, ഒരു അല്പമെങ്കിലും ലജ്ജ നിങ്ങൾക്ക് ബാക്കിയുണ്ടെങ്കിൽ, നിങ്ങളൊരു കമ്മ്യൂണിസ്റ്റുകാരനാണ് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ കമ്മ്യൂണിസത്തിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഇനി ആ കസേരയിൽ ഒരു അണുവിട പോലും തുടരരുത് എന്നാണ്. ഒരു അണുവിട പോലും, ഒരു സെക്കൻഡ്, ഒരു അണുവിട പോലും നിങ്ങൾ ആ കസേരയിൽ തുടരരുത്. നിങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി അടുത്ത വണ്ടിയിൽ കയറി നേരെ പിണറായിയിലേക്ക്, തായ്ക്കണ്ടി തറവാട്ടിലേക്ക് നിങ്ങൾ തിരിച്ചു പോകണം എന്നാണ് എനിക്ക് വിജയനോട് സൂചിപ്പിക്കാനുള്ളത്. സുഹൃത്തുക്കളെ, എന്തുകൊണ്ടാണ് എനിക്കിങ്ങനെ സൂചിപ്പിക്കുന്നത് അയാളുടെ മകൾ, അയാളുടെ മൂത്ത മകൾ വീണ വിജയൻ എന്തൊക്കെ ചെയ്തതാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇതുവരെ ഉള്ളതൊക്കെ വേണമെങ്കിൽ ആരോപണങ്ങൾ എന്ന് പറഞ്ഞ് വേണമെങ്കിൽ നിങ്ങൾക്ക് തള്ളിക്കളയാം. മാസപ്പടി കേസിൽ ആരോപണ വിധേയയാണ്, പ്രതിയാണ്, തെളിഞ്ഞിട്ടില്ല, അല്ലേ, അക്യൂസ്ഡ് ആണ്, കൺവിക്റ്റ് അല്ല എന്നൊക്കെ പറഞ്ഞ് വേണമെങ്കിൽ നിങ്ങൾക്കത് തള്ളിക്കളയാം. പക്ഷേ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ED റെയ്ഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് പുറത്തു വന്നിരിക്കുന്നത് ആരോപണങ്ങളാണോ സുഹൃത്തുക്കളെ? പച്ചയായ തെളിവുകളല്ലേ പുറത്തു വന്നിരിക്കുന്നത്, പച്ചയായ തെളിവുകൾ. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ 19/8/2026 ഒരു പത്രക്കുറിപ്പ് ഇറങ്ങിയിട്ടുണ്ട്. സാധാരണഗതിയിൽ അവരങ്ങനെ പത്രക്കുറിപ്പ് ഇതുപോലെ വിശദമായി ഇറക്കാറില്ല. അവരിറക്കുമ്പോൾ ഇങ്ങനെ അന്വേഷണം നടന്നു, റെയ്ഡ് നടന്നു, അന്വേഷണം പുരോഗമിക്കുകയാണെന്നൊക്കെ ആണ് പറയുന്നതെങ്കിൽ ഈ പത്രക്കുറിപ്പിൽ എന്തൊക്കെയാണ് അവർ പറഞ്ഞിരിക്കുന്നത് അത് നമ്മളൊന്ന് വായിക്കാതെ നമുക്ക് പോകാൻ പറ്റില്ല. അവർ പറയുന്നത്, earlier ED had conducted searches on Srimati Veena and promoters of CMRL on 27/5/2026. നേരത്തെ വീണയുടെ വീട്ടിലും ഈ കരിമണൽ കർത്തായുടെ കമ്പനിയായിട്ടുള്ള CMRLന്റെ ഉടമകളുടെ വീട്ടിലുമൊക്കെ മെയ് 27 2026 മെയ് 27 റെയ്ഡ് നടത്തിയിരുന്നു. ഡ്യൂറിംഗ് ദ search, ED found certain handwritten accounts maintained by ശ്രീമതി വീണ. ആ സെർച്ച് നടത്തിയപ്പോൾ വീണ ഉപയോഗിച്ചിരുന്ന അവരുടെ കൈപ്പടയിലുള്ള ചില കണക്കുകൾ കണ്ടുപിടിച്ചു. സർട്ടൺ ഹാൻഡ് റിട്ടൺ അക്കൗണ്ട്സ്, ഓർത്തോണം, അവരുടെ കൈപ്പടയിൽ എഴുതിയതാണ് ED പിടിച്ചെടുത്തത്. The handwritten notes contained the name of the persons, amount handled, spent, amounts transferred to Dubai, etc. അപ്പം അവരുടെ വീട്ടിൽ നിന്ന് കണ്ടുപിടിച്ച അവരുടെ കൈപ്പടയിലുള്ള കണക്കുകളിൽ എന്താ ഉണ്ടായിരുന്നത്? ചില വ്യക്തികളുടെ പേരുകൾ ഉണ്ടായിരുന്നു, ചില തുകകൾ കൈകാര്യം ചെയ്തത്, ചെലവഴിച്ചത്, അതിൻ്റെ വിശദാംശങ്ങൾ ഉണ്ടായിരുന്നു. ദുബായിലേക്ക് കൈമാറ്റം ചെയ്ത തുകകൾ സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങളും ഉണ്ടായിരുന്നു. The amounts transferred to Dubai as per the notings is about 3.49 lakh AED, equivalent to around 85 lakhs. അതായത് അവരുടെ വീട്ടിൽ നിന്ന് പിടിച്ചെടുത്ത അവരുടെ കൈപ്പടയിലുള്ള ആ കണക്കുകളിൽ ദുബായിലേക്ക് കൈമാറ്റം ചെയ്ത 85 ലക്ഷം രൂപയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഉണ്ടായിരുന്നു. The amounts for Indian rupees transferred is about rupees 20.05 crore. അതായത് ഇന്ത്യൻ രൂപയിൽ കൈകാര്യം ചെയ്തത് ഏതാണ്ട് 20.05 കോടി രൂപയായിരുന്നു. The handwritten accounts were seized by the ED. ആ കൈപ്പടയിൽ എഴുതിയിട്ടുള്ള കണക്കുകൾ ED പിടിച്ചെടുത്തു. The digital devices seized from Srimati Veena also had photograph of a SIM card obtained in the name of another person for usage in a Wi-Fi router. അതായത് ശ്രീമതി വീണയിൽ നിന്ന് കണ്ടുപിടിച്ച ഡിജിറ്റൽ ഡിവൈസിൽ ഒരു സിം കാർഡിൻ്റെ ഫോട്ടോ ഉണ്ടായിരുന്നു. അത് വേറൊരാളുടെ പേരിൽ വൈഫൈ റൂട്ടറിലൂടെ ഉപയോഗിക്കാൻ വേണ്ടി എടുത്ത സിം കാർഡിൻ്റെ ഫോട്ടോയായിരുന്നു. It is suspected that the SIM card and the Wi-Fi router was obtained by her in the name of another person so as to use the same for communications through internet-based calls. ഇൻ്റർനെറ്റ് അടിസ്ഥാനമായിട്ടുള്ള കോളുകളിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ വേണ്ടി വേറൊരാളുടെ പേരിൽ എടുത്തതാണ് ആ സിമ്മും വൈഫൈ റൂട്ടർ എന്നും സംശയിക്കപ്പെടുന്നു.
All the persons who were named in the handwritten accounts of Veena and the person who had provided the SIM card were covered during the search. ഇപ്പോൾ കോഴിക്കോട് നടന്ന റെയ്ഡിൽ ഇവരുടെ അക്കൗണ്ടുകളുമായി ബന്ധപ്പെട്ട് ഇവർ പറഞ്ഞ പേരുകളും ആ സിം കാർഡ് പ്രൊവൈഡ് ചെയ്ത ആളുമായി ബന്ധപ്പെട്ടും റെയ്ഡ് നടന്നു. During the search operations നടക്കുമ്പോൾ several digital devices were seized and statements are recorded. ഈ റെയ്ഡ് നടക്കുന്നതിൻ്റെ ഭാഗമായി ഡിജിറ്റൽ ഡിവൈസുകൾ പിടിച്ചെടുത്തു, മൊഴികളെടുത്തു. എവിഡൻസസ് റിലേറ്റിംഗ് ടു ട്രാൻസ്ഫർ ഓഫ് മണി യൂസിംഗ് ഹവാല ചാനൽസ് ആർ ഓൾസോ ഫൗണ്ട്. അതായത് ഹവാല ഇടപാടുകൾ നടത്തിയതുമായി ബന്ധപ്പെട്ടിട്ടുള്ള തെളിവുകളും കണ്ടെത്തിയിട്ടുണ്ട്. ദ സീസേഴ്സ് മെയ്ഡ് ബൈ ED ഷോസ് വീണ വാസ് ഹാൻഡിലിംഗ് എമൗണ്ട്സ് ബിയോണ്ട് ഹെർ നോൺ സോഴ്സ് ഓഫ് ഇൻകം. അവർ പ്രഖ്യാപിച്ചിട്ടുള്ള അവരുടെ പ്രഖ്യാപിത വരുമാനത്തെക്കാൾ കൂടുതൽ തുക വീണ കൈകാര്യം ചെയ്തതായി കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട്. ദ എമൗണ്ട് സ്റ്റേറ്റഡ് ഇൻ ഹെർ ഹാൻഡ് റിട്ടൺ അക്കൗണ്ട്സ് ആർ ഓവർ ആൻഡ് അബവ് ദ എമൗണ്ട് റിസീവ്ഡ് ഫ്രം CMRL. CMRL നിന്ന് ലഭിച്ച തുകയേക്കാൾ കൂടുതൽ തുക അവർ കൈകാര്യം ചെയ്തിട്ടുണ്ട് എന്നാണ് അവരിൽ നിന്നും കണ്ടുപിടിച്ച അക്കൗണ്ടുകളിൽ നിന്നും തെളിയുന്നത്. സുഹൃത്തുക്കളെ, ഇതാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് 19/8/2026 പുറപ്പെടുവിച്ച പത്രക്കുറിപ്പിൽ അടങ്ങിയിട്ടുള്ളത്. ഇതിലെന്തെങ്കിലും ആരോപണങ്ങളാണോ സുഹൃത്തുക്കളെ? ഇതിലെന്തെങ്കിലും ആരോപണങ്ങളുണ്ടോ? എന്തെങ്കിലും ആരോപണങ്ങളുണ്ടോ? കണ്ടുപിടിച്ചിട്ടുള്ള കാര്യങ്ങൾ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം അൺഇക്വോക്കലായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പറഞ്ഞിരിക്കുകയല്ലേ. നമ്മൾ ഇതുവരെ വിചാരിച്ചിരുന്നത് എന്താണ്? കരിമണൽ കർത്തായുടെ കമ്പനിയിൽ നിന്ന് കിട്ടിയ 2.78 കോടി എങ്ങനെ ചെലവഴിച്ചു എന്നൊക്കെ ആയിരുന്നല്ലോ നമ്മളിങ്ങനെ തല പൂണ്ണാക്കി കൊടുത്തു. അതൊന്നുമല്ല എന്നും അവരുടെ നോൺ സോഴ്സസ് ഓഫ് ഇൻകത്തേക്കാൾ കൂടുതൽ തുക അവർ കൈകാര്യം ചെയ്തിരുന്നു എന്ന് ED കണ്ടുപിടിച്ചിരിക്കുകയല്ലേ സുഹൃത്തുക്കളെ. ആലോചിച്ച് നോക്ക്. ആ കണ്ടുപിടിച്ചത് എവിടുന്നാ? കണ്ടുപിടിച്ചത് ഇവരുടെ വീട്ടിൽ നിന്ന് ED കണ്ടുപിടിച്ച ഇവരുടെ കൈപ്പടയിലുള്ള കണക്കുകളിൽ നിന്നാണ് ED ഇത് കണ്ടുപിടിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ആരോപണമാണോ? ഇതുവരെ പറഞ്ഞ അലിഗേഷൻസ് ആണോ? അല്ലെന്നുള്ളത് തെളിഞ്ഞിരിക്കുകയല്ലേ. അതിനകത്ത് എന്താ കണ്ടുപിടിച്ചിരിക്കുന്നത്? അതിനകത്ത് കണ്ടുപിടിച്ചിരിക്കുന്നത് ഇവര് വിദേശത്തേക്ക് 85 ലക്ഷം രൂപ അയച്ചിരിക്കുന്നു. വിദേശത്തേക്ക് ദുബായിലേക്ക് അവർ പണം അയച്ചിരിക്കുന്നു. അവർ ഇന്ത്യൻ രൂപയിൽ തന്നെ 20 കോടി രൂപയോളം അവർ കൈകാര്യം ചെയ്തിരിക്കുന്നു. നമ്മൾ ഇതുവരെ പറഞ്ഞിരുന്നത് 2.78 കോടി രൂപയായിരുന്നു. എന്നാൽ 20 കോടി, ഏതാണ്ട് 20-21 കോടി രൂപയോളം അവർ കൈകാര്യം ചെയ്തിരിക്കുന്നു. അപ്പോൾ അവരുടെ നോൺ സോഴ്സേക്കാൾ കൂടുതൽ പണം അവർ കൈകാര്യം ചെയ്തിരിക്കുന്നു. 2, അവരൊരു കൃത്രിമ സിം കാർഡ് ഉപയോഗിച്ചുകൊണ്ടിരുന്നു. ആലോചിച്ച് നോക്ക്. അത് അവരുടെ വീട്ടിൽ നിന്ന് പിടിച്ച മൊബൈൽ ഫോണിൽ നിന്നുള്ള ഫോട്ടോഗ്രാഫിൽ നിന്നാണ് സിം കാർഡ് മനസ്സിലാക്കിയത്. വൈഫൈ റൂട്ടർ ഉപയോഗിച്ചുകൊണ്ട് ഇന്റർനെറ്റ് അടിസ്ഥാനമാക്കിയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻസ് നടത്താൻ വേണ്ടിയിട്ട് വേറൊരാളുടെ പേരിൽ, അത് നന്ദുലാൽ എന്ന് പറഞ്ഞ ആളുടെ പേരിൽ എടുത്തതാണെന്നുള്ളത് തെളിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ അവസ്ഥ എന്താണെന്ന്. എന്ന് മാത്രമല്ല അവർ ഹവാല ഇടപാട് നടത്തിയിട്ടുണ്ടെന്നും കൂടി തെളിഞ്ഞിരിക്കുന്നു. സുഹൃത്തുക്കളെ, ഞാൻ ചോദിക്കുന്നത് ഇനി എന്താണ് ഇനി കണ്ടുപിടിക്കാനുള്ളത്? ഇതുവരെ നടന്നതൊക്കെ വേണേൽ ആരോപണങ്ങളാണെന്ന് പറയാം. മാസപ്പടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് കേസ് കോടതിയിൽ കിടക്കുകയാണ്. അവരൊരു അക്യൂസ്ഡ് മാത്രമാണ്. ഷീ ഈസ് നോട്ട് എ കൺവിക്ട് എന്ന് വേണമെങ്കിൽ പറയാം. അവരൊരു പ്രതി മാത്രമാണെന്ന് പറയാം. പക്ഷേ ഇപ്പോൾ ED കണ്ടെത്തിയിരിക്കുന്നത് എന്താ? തെളിവുകൾ. കൃത്രിമ സിം കാർഡ് ഉപയോഗിച്ചിരിക്കുന്നു. 10-21 കോടി രൂപ കൈകാര്യം ചെയ്തിരിക്കുന്നു. 85 ലക്ഷം രൂപ വിദേശത്തേക്ക് അയച്ചു കൊടുത്തിരിക്കുന്നു. ഇതിനപ്പുറം എന്ത് തെളിവാണ് ഇനി വേണ്ടത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇത് തെളിവല്ലേ? പച്ച പരസ്യമായ ബ്ലാക്ക് ആൻഡ് വൈറ്റിലുള്ള തെളിവുകളല്ലേ? ഇനി ഈ വിഷയം രാഷ്ട്രീയ പ്രേരിതമാണെന്ന് CPM-ന് പറയാൻ കഴിയുമോ സുഹൃത്തുക്കളെ? ഇനി രാഷ്ട്രീയ പ്രേരിതമാണെന്നുള്ളതുകൊണ്ട് ഇതിനെതിരെ ഞങ്ങൾ പോരാടും എന്ന് CPM-ന് പറയാൻ കഴിയുമോ? ഇത് പ്രതിപക്ഷ രാഷ്ട്രീയ നേതാക്കന്മാരെ കുരുക്കാൻ വേണ്ടിയിട്ട് CPM നടത്തിക്കൊണ്ടിരിക്കുന്ന ED ഉപയോഗിച്ചുകൊണ്ട് BJP നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമങ്ങളാണെന്ന് ഇനി പറയാൻ കഴിയുമോ സുഹൃത്തുക്കളെ? ഒരിക്കലും പറയാൻ കഴിയില്ല. കാരണം വളരെ കൃത്യമായിട്ടുള്ള തെളിവുകൾ ഇതാ ഇപ്പോൾ പുറത്തു വന്നിരിക്കും. അത് ഗുരുതരമായിട്ടുള്ള കുറ്റങ്ങൾ. കൃത്രിമ സിം കാർഡ് ഉപയോഗിച്ചത്, അതിലൂടെ ഇൻ്റർനെറ്റ് ബേസ്ഡ് കമ്മ്യൂണിക്കേഷൻസ് നടത്തിയത്, 10-21 കോടി രൂപ ഇടപാട് നടത്തിയത്, അത് ഇന്ത്യയിലും വിദേശത്തും ഇടപാട് നടത്തിയത്, ഹവാല ഇടപാടുകൾ നടത്തിയത് ഉൾപ്പെടെയുള്ള അതിഗുരുതരമായിട്ടുള്ള തെളിവുകൾ പുറത്തു വന്നിരിക്കുന്ന സാഹചര്യത്തിൽ ആരാ ചെയ്തിരിക്കുന്നത്? അതൊരു സാധാരണ ആളാണെങ്കിൽ പോലും ഗുരുതരമാണ്. പക്ഷേ ഇവിടെ അത് ചെയ്തിരിക്കുന്നത് ആരാ? CPM-ന്റെ പോളിറ്റ് ബ്യൂറോ മെമ്പർ, 10 വർഷക്കാലമായി മുഖ്യമന്ത്രി, കേരളത്തിൽ ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് ഒക്കെ ആയിട്ടുള്ള പിണറായി വിജയന്റെ മകൾ വീണ വിജയനാണ് ഈ ഹവാല ഇടപാടും ഈ കൃത്രിമ സിം കാർഡ് ഉപയോഗിക്കലും ഈ വിദേശത്തേക്ക് പണമയച്ച് കള്ളപ്പണം വെളുപ്പിക്കാൻ ശ്രമിച്ചതുമൊക്കെ വിജയന്റെ മകളാണ്. ഇനി വിജയൻ എങ്ങനെയാണ് സുഹൃത്തുക്കളെ ആ സ്ഥാനത്തിരിക്കാൻ കഴിയുക എന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. എങ്ങനെയാണ് അവർക്ക് ഇരിക്കാൻ കഴിയുക? ഇനി രാഷ്ട്രീയ പ്രേരിതമാണെന്ന് എങ്ങനെയാണ് പറയാൻ കഴിയുക? അതുകൊണ്ട് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു,
വിജയൻ എന്തെങ്കിലും ഉളുപ്പും ലജ്ജയും ഉണ്ടെങ്കിൽ, വിജയൻ ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ് എന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, വിജയൻ ഇനി ആ കസേരയിൽ ഇരിക്കാനുള്ള ഒരു അവകാശവുമില്ല എന്ന് ഞാൻ പറയും. ഇത് ഞാൻ പറയുന്നതിൻ്റെ കാരണം എന്താ? ഇതങ്ങനെ കൂടുതൽ ആളുകളൊന്നും പറയില്ല, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇതുവരെ BJPയുടെ ഷോൺ ജോർജാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. കാരണം അയാളാണ് ഈ വിഷയം എടുത്തുകൊണ്ടുപോകുന്നത്, അയാൾക്കത് പറയാനുള്ള അവകാശമുണ്ട്. പക്ഷേ കേരളത്തിൽ അധികാരത്തിലിരിക്കുന്ന ഒരു സർക്കാരുണ്ട് ഇവിടെ, UDF സർക്കാർ. ആ UDF സർക്കാരിൽ ആരും ഇതൊന്നും പറഞ്ഞ് കേട്ടിട്ടില്ല. വിജയ, നിങ്ങൾക്കിനി ആ സ്ഥാനത്തിരിക്കാൻ എന്താണ് അവകാശം എന്ന് ഈ കേരളത്തിലെ മുഖ്യമന്ത്രി ചോദിക്കണ്ടേ സുഹൃത്തുക്കളെ? നാളെ ചിലപ്പോൾ ചോദിക്കുമല്ലോ എന്ന് എനിക്കറിയില്ല. ആഭ്യന്തരമന്ത്രി ചോദിക്കണ്ടേ? ആഭ്യന്തരമന്ത്രിയുടെ പ്രതികരണം ഞാൻ കണ്ടെന്തെന്നറിയോ? ആഭ്യന്തരമന്ത്രി തിരിഞ്ഞ് കാറിലോട്ട് കയറിയിട്ട് പോകുന്നു, നിയമത്തിൻ്റെ വഴിക്ക് പോകും, ഇതൊന്നും ഞങ്ങളുടെ ശ്രദ്ധയിൽ വന്നിട്ടില്ല. സംസ്ഥാന ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറയുകയാണ് സുഹൃത്തുക്കളെ. എന്തൊരു ഗതികെട്ട അവസ്ഥയാണ് നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. അതുകൊണ്ട് ഞാനൊരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽ ഈ വിഷയം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഒരു പിടി പുതിയ തെളിവുകൾ ഞാൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. ഇത് പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ടിൻ്റെ പരിധിയിൽ വരുന്നതല്ലേ ഈ നടപടിക്രമം, ഈ വിഷയങ്ങളെല്ലാം. അതുകൊണ്ട് ഇതൊരു പരാതിയായി രമേശ് ചെന്നിത്തലയുടെ കീഴിലുള്ള വിജിലൻസ് വകുപ്പിന് പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഞാൻ കൊടുക്കാൻ പോവുകയാണ് എന്നുകൂടി സംസ്ഥാന ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തലയെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പിണറായി വിജയൻ രാജിവെക്കണമെന്ന് പറയാൻ ഉള്ള ആർജവം ഏതൊക്കെ UDF നേതാക്കന്മാർക്കും ഏതൊക്കെ മന്ത്രിമാർക്കും മുഖ്യമന്ത്രിക്കും ഉണ്ട് എന്നുള്ളതറിയാൻ കേരളത്തിലെ ജനങ്ങൾ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് എന്ന് മാത്രമേ എനിക്ക് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളൂ.